ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അജ്രക്കാണ്. അജ്രക്കിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും ആൾക്കാർക്ക് വേണമെന്നുള്ളത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ എടുത്തേനെ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കാണിക്കുന്നത്. പുതിയ സ്റ്റോക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. ഫുൾ അജ്രക്കിൻ്റെ വലിയൊരു കളക്ഷൻ കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒത്തിരി പേര് വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കതിന് മാത്രം കൊടുക്കാനായിട്ടില്ല. അറിയില്ലായിരുന്നു ഇത്രയും വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 3 കളറാണുള്ളത്. എല്ലാത്തിലും ഏകദേശം 3 കളേഴ്സ് തന്നെയാണ് വരാറുള്ളത്. വേറെ കളേഴ്സിൻ്റെ ഒക്കെ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ അതൊരു ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് എടുക്കാൻ കേട്ടോ. എല്ലാ കളറിലും വരുന്നത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അജ്രക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനസ്സിലൊരു ഇതുണ്ടല്ലോ, ഡിസൈൻ അതേപോലെ വരുന്ന കറക്റ്റ് മാച്ച് ആവുന്നത് ഇതാണ്. നമ്മൾ റോൾ മെറ്റീരിയൽ വാങ്ങുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഒരു മീറ്ററിന് തന്നെ ഏകദേശം 150 രൂപ വരും. അപ്പോൾ ഒരു 2.5 മീറ്റർ എന്തായാലും നമുക്ക് വേണം. പക്ഷേ ഇത് നമുക്ക് ഒറ്റ പീസ് എടുത്തു കഴിഞ്ഞാൽ 179 രൂപയേ ഉള്ളൂ. നമുക്കൊരു ടോപ്പ് തയ്ക്കാനായിട്ട് തികയും ചെയ്യും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ആവശ്യക്കാർ ഇതിന് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് എടുക്കുക. നമ്മൾ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും അജ്രക്കിൻ്റെ. ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ കുറച്ച് താമസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 3 എണ്ണമാണ്. അപ്പോൾ ഇതിൽ നിന്ന് വേണ്ടവർ എടുക്കുക. അടുത്തത് വന്നിരിക്കുന്നത് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. ഇത് പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ മിക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതായത് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ അറിയാമല്ലോ, 3 മീറ്റർ തുണി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടത്തില്ല. തയ്ച്ച് പഠിക്കാനായിട്ടാണെന്ന് പറഞ്ഞാലും ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടത്തേ ഇല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ലാഭമാണ്. നൈറ്റി തയ്ച്ച് പഠിക്കാം, പാൻറ്റ്, സ്ട്രെയിറ്റ് പാൻറ്റ്, അതുപോലെ പലാസോ, കുട്ടികളുടെ ഡ്രസ്സ് ഒക്കെ നമുക്ക് തയ്ച്ച് പഠിക്കാനായിട്ട് നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വലിയ ഡിസൈനൊന്നുമില്ല, ചെറിയ ഒരു വർക്ക് പോലെ ഇതിനകത്ത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 5 കളർ ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത്. ആദ്യം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോയിൽ കാണും പോലെ ഒരുപാട് ബ്രൈറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഒരു തുണിയും എല്ലാം അത് ഒരു പടി താഴെ നിങ്ങൾ വിചാരിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഫോട്ടോയിലായാലും വീഡിയോയിലായാലും തുണിക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ തുണിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ മതി, അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും അയച്ചാൽ മതി, അത് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും. പക്ഷേ കളറിന് വേരിയേഷൻ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു കളർ എന്ന് പറഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കത് ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാവരും പറയുമ്പോൾ. പക്ഷെ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ടുള്ള ആ കളേഴ്സ് തന്നെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇതാ അടുത്തത് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൻ്റെ ആണ്. ഇത് 159 രൂപയാണ് ഹോൾസെയിൽ പ്രൈസ്. റീറ്റെയിൽ പ്രൈസ് വരുന്നത് 169 രൂപയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് 4 കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഇത് രണ്ടും ലൈറ്റും, ആദ്യത്തെ 2 പിന്നത്തെ 2 കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ളതാണ്. അടുത്ത് വന്നിരിക്കുന്നത് ഇതേപോലത്തെയാണ്. പെയറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മഴക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് വെട്ടം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ് ആക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പെയറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതേപോലത്തെ പെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പെയറായിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഒറ്റ ഫോട്ടോ ആയിട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ആയിട്ട് തന്നെ എടുത്താൽ മതി. ഞാൻ ഒരു ഫോട്ടോയിൽ പെയറായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പെയറായിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പെയറായിട്ടൊന്നും വെച്ചിട്ടില്ല. കാരണം മിക്കവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഒരു പീസാണ് ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് 320-ൻ്റെയാണ്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ്. നല്ല വർക്ക് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഡിസൈനല്ല, ചെറിയ കുത്തു പോലെ ഇങ്ങനെ നിറച്ച് ചിപ്സ് പോലെ ഇങ്ങനെ വാരി ഇട്ടേക്കുന്ന പോലുള്ള ചെറിയ ഡിസൈനാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മളെടുത്തത് പർപ്പിൾ ഷെയ്ഡാണ്, പിന്നെ മസ്റ്റാർഡ് യെല്ലോ, ബ്രൗണ്, പിന്നെ ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, പിന്നെ ഇത് വരുന്നത് നേവി ബ്ലൂവും ലൈറ്റ് ബ്ലൂവും പോലെ നമുക്ക് തോന്നും. പിന്നെ ഇത് നോക്കുമ്പോൾ ഒരു ആഷ് പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ അടുക്കി വെച്ച് കാണിക്കാം. അപ്പോൾ ഇത് 320-ൻ്റെയാണ്. നല്ല ചിപ്സ് വാരിയിട്ട പോലുള്ള ഡിസൈൻസാണ്. പർപ്പിളുണ്ട്, ബ്രൗണ്, മസ്റ്റാർഡ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, നേവി ബ്ലൂ, ഒരു ലൈറ്റ് ബ്ലൂ പോലെ ആഷ് പോലെ തോന്നിക്കുന്ന കളേഴ്സുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല അടിപൊളി മെറ്റീരിയലാണിത് കേട്ടോ. അപ്പോൾ ഇത് 172 രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത്. റീറ്റെയിൽ പ്രൈസ് വരുന്നത് 182 രൂപയായിരിക്കുമേ.
അപ്പോൾ ഇത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കാം. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് ഡേയും തേർഡ് ഡേ ആകുമ്പോൾ നമുക്ക് കുറേ കളേഴ്സൊക്കെ മിസ്സാവും. അതായത് മിസ്സെന്ന് പറഞ്ഞാൽ സെയിലാവും. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. അതുകൊണ്ടാണ് കാറ്റലോഗിൽ നോക്കാൻ ഞാൻ പറയുന്നത്. കാരണം ഓരോ മെറ്റീരിയൽസും എനിക്കിപ്പോൾ ഇതിങ്ങനെ ഓരോരുത്തർ അയച്ച് തരുന്നതും ഞാൻ ഇട്ടേക്കുന്നതും എല്ലാം കൂടെ ആകുമ്പോൾ ഫോണിൽ ഫോട്ടോസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് എടുത്ത് അയക്കാനായിട്ട് ടൈമും കിട്ടത്തില്ല. നമുക്ക് കടയിൽ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാറ്റലോഗിൽ കഴിവതും നിങ്ങൾ നോക്കി തന്നെ സെലക്ട് ചെയ്യുക. അടുത്ത് വന്നിരിക്കുന്ന മംഗളം ഗോൾഡിൻ്റെയാണ്. ഇത് നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സുണ്ട്. 10 കളർ ഷെയ്ഡ്സാണ് എടുക്കുന്നത്. ഞാൻ കൂടുതലും ഇങ്ങനെ കളറ് കൂടുതലുള്ള ബണ്ടിലായിരിക്കും എപ്പോഴും എടുക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് എല്ലാ കളറും കിട്ടുമല്ലോ. അപ്പോൾ കുറേയേറെ കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. എൻ സ്റ്റൈൽ നൈറ്റീസൊക്കെ തയ്ക്കാനായിട്ട് കൂടുതലും ഈ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കട്ടി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു മംഗളം ഗോൾഡിൻ്റെ എടുക്കാം. നല്ല ബ്രൈറ്റനായിട്ടുള്ള കളേഴ്സുമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഏതാണ് കളറെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാറ്റലോഗിൽ നോക്കിയാൽ മതി. അടുത്തത് മംഗളം ഗോൾഡിൻ്റെ തന്നെ ഇതേപോലെ ഒരു ചെക്ക് പോലത്തെ ചെറിയൊരു ഡിസൈൻ, ഒരു 3D പ്രിൻ്റ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് നേരിട്ട് നോക്കുമ്പോൾ ഇല്ല, അത് ക്യാമറയിലേ ഉള്ളൂ അങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിനുണ്ട് കുറേ കളേഴ്സ്. 10 കളർ ഷെയ്ഡ്സ് ഉണ്ട്. ആഷ് ഉണ്ട്, പിന്നെ നേവി ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. എല്ലാം ക്യാമറയുടെ ഇതുകൊണ്ട് എല്ലാം ഒരുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഇത് കാറ്റലോഗിൽ നോക്കിയാൽ മതി, അത് ഏതാണ് കളർ എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം മിക്കതിലൊക്കെ ചിലതിൽ ഒനിയൻ പിങ്ക്, ആഷ്, കുറച്ച് വെറൈറ്റി കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്. വാടാമല്ല കളറ്, അതൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന കളേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വയ്ക്കാം. ദാ ഇത്രയും കളറുകളാണ് ഉള്ളത്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇത് മംഗളം ഗോൾഡിൻ്റെ തന്നെയാണ്. ഞാൻ 320 മംഗളം ഗോൾഡിൻ്റെ തന്നെ നോക്കിയെടുക്കുന്നതാണ് കേട്ടോ. കാരണം കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല ഡിസൈനും ഒക്കെയാണ് കിട്ടുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അതായത് ഒരു ഞാനിങ്ങനെ നേരെ അടുക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, എനിക്ക് പിന്നീട് അത് അടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആഷ് ഉണ്ട്, നേവി ബ്ലൂ, മസ്റ്റാർഡ് യെല്ലോ, പിന്നെ ഒരു റോസ് കളർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ റോസിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു കളർ വന്നിട്ടുണ്ട്. പിന്നെ ഒലിവ് ഗ്രീൻ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒലിവ് ഗ്രീൻ വരുന്നുണ്ട്. ഇതാണ് റോസ്. പിന്നെ വരുന്നത് ഇതേപോലെ പീക്കോ ബ്ലൂ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു മെഹന്തി കളറാണ് വരുന്നത്. അപ്പോൾ ഇത്രയും 10 കളർ ഷെയ്ഡാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക. കഴിവതും ഫോട്ടോസ് ചിലർ ഫോട്ടോസ് അങ്ങ് അയക്കും, പക്ഷേ ഒന്നും പറയത്തില്ല. അപ്പോൾ നമുക്ക് അറിയത്തില്ല, കാരണം നമ്മുടെ ടൈമാണ് അത്രയും നഷ്ടമാകുന്നത്. പിന്നെ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് അയക്കുമ്പോഴത്തേക്കും വീണ്ടും റിപ്ലൈക്ക് വേണ്ടിയിട്ട് കുറേ നേരം കാത്തിരിക്കും. അപ്പോഴത്തേക്കും സാധനം സോൾഡ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഏതാണോ വേണ്ടത് ആദ്യമേ തന്നെ അത് ടിക്ക് ചെയ്ത് അയക്കുക. എത്രയാണെന്ന് ചോദിക്കുക. പിന്നീട് മെസ്സേജ് അയക്കരുത്. പിന്നീട് മെസ്സേജ് അയച്ചാൽ വീണ്ടും അവസാനത്തിലേക്ക് പോകും. അതായത് ഇപ്പോൾ നമ്മൾ 8 മണിക്ക് ഒരു മെസ്സേജ് അയച്ചു, 12 മണിയായിട്ടും ഞാൻ നോക്കിയില്ല. കാരണം അത്രയും നേരം എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ എടുത്ത് വെച്ചിട്ടല്ലേ നമ്മുടെ അടുത്ത ആളിലേക്ക് പോകുന്നത്. അപ്പോൾ 12 മണിയാകുമ്പോൾ എന്താ മേഡം നോക്കാത്തതെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഈ 8 മുതൽ 12 വരെ അയച്ച ആൾക്കാരെക്കാട്ടിലും മുകളിലേക്ക് നമ്മുടെ മെസ്സേജ് പൊങ്ങിപ്പോകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ചാറ്റ് ചെയ്യാൻ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഞാൻ 15 മിനിറ്റ് ടൈമാണ് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് ടൈം അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല. കാരണം ഒരു കളറിൻ്റെ തന്നെ 3 മെറ്റീരിയലായിരിക്കും ആകെ ഉണ്ടായിരിക്കുക. ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് 3/4 മണിക്കൂർ കാത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് നല്ല സെയിൽ നടക്കുന്ന സമയത്ത് അത് നമ്മുടെ കച്ചവടത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ സെയിലാക്കി വിടും. ഒരാൾക്ക് 15 മിനിറ്റ് ടൈം കൊടുക്കും. അന്നേരം സെയിലായില്ല, അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവരോട് ഓർഡർ ചെയ്യാനായിട്ട് പറയും. ചിലർ ഓർഡർ ചെയ്യത്തില്ല, കാരണം കുഴപ്പമില്ല, ജസ്റ്റ് റേറ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇപ്പോൾ 15 മിനിറ്റ് ടൈം വെച്ചത്. പിന്നെ മിനിമം 2 പീസാണ് എടുക്കേണ്ടത്. ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 10 പീസ് മുതലാണ്. 10ഉം അതിൽ കൂടുതലും ഹോൾസെയിൽ പ്രൈസായിട്ട് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് 25 പീസ് അങ്ങനെയൊക്കെ നിങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്ഥലം പറയണം. നമ്മൾ അങ്ങോട്ട് APS വഴിയായിരിക്കും അയക്കുന്നത്. അതായത് ആലപ്പി കൊറിയർ സർവീസ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത്.
പോസ്റ്റൽ അന്നേരം നമുക്ക് ചാർജ് കൂടുതലായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ പോസ്റ്റൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ഒരു 40% ആൾക്കാർക്കും വീട്ടിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റലിലേക്ക് മാത്രം നമ്മൾ മാറിയത് കേട്ടോ. പിന്നെ DTDC ഇവിടെ ചാർജ് അല്പം കൂടുതലുമാണ്. പിന്നെ കുറച്ച് മാത്രം നമുക്ക് DTDC ആയിട്ട് അയക്കുക, കുറച്ച് നമ്മൾ പോസ്റ്റൽ അയക്കുക, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫുള്ള് ഞാൻ പിന്നെ അങ്ങ് പോസ്റ്റലാക്കി. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും കാറ്റലോഗിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.